What the bloody hell? ഞാനൊരു 2 മിനിറ്റ് അരമണിക്കൂർ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തോമസ് ടൂക്കലിനെ സാക്ക് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീഡിയോ ലോഞ്ച് ആയി. വെൽക്കം ടു ദി ഡിസ്കഷൻ അജിത് ആൻഡ് മുഹേം. ടോം, വാട്ട് ഇസ് ദിസ്? ഐ മീൻ പണിയൊക്കെ നിർത്തി, ഉച്ചയ്ക്ക് പണിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ഇത് തന്നെയാണ്. ടോം, വാട്ട് ഇസ് ദിസ് റിയാക്ഷൻ? ആബ്സല്യൂട്ട്ലി സ്പീച്ച്ലെസ്. സത്യം പറഞ്ഞാൽ ഈ വാക്കുകൾ പുറത്തേക്ക് വരണില്ല. ഞാനിപ്പോ മുഹയുമായിട്ടൊരു കോൾ ചെയ്ത് കഴിഞ്ഞുള്ളൂ ഞങ്ങൾ. ആക്ച്വലി എന്താ ചിന്തിക്കണ്ടേ, എങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? ലാംപാർഡിന്റെ സാക്കിംഗ് എന്ന് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ലാംപാർഡ് സാക്കിംഗ് വാസ് കമ്മിങ്. ഒരു ഭയങ്കര കുറെ നാളായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഇപ്പൊ പോവും. ഇത് ഔട്ട് ഓഫ് ആബ്സല്യൂട്ട്ലി നോവെയർ. ആൻഡ് ഒരു എന്താ പറയാ, റൂമറും ഇല്ല, ഒന്നുമില്ല, ട്വിറ്ററിലൊന്നുമില്ല, പുകയില്ല, പെട്ടെന്ന് തീ അങ്ങ് വന്നെന്ന് പറയണ പോലെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മളുടെ ഫിഫ്ത് സ്റ്റാൻഡ് ആപ്പാണ്. എന്താ അവസ്ഥ, എന്താ സംഭവിച്ചേക്കണ? ആൻഡ് ഒരുപാട് റിപ്പോർട്ട്സ് പറയണത് ഇത് റിസൾട്ട്സ് മാത്രമല്ല, ഡ്രസ്സിംഗ് റൂം പോയി, എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഇതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താണ് കാരണം എന്ന് ആലോചിച്ചെടുക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി തന്നെ ഇപ്പൊ ഇല്ല. മൊത്തത്തില് ഡെവസ്റ്റേറ്റഡ്, ഷോക്ക്ഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു തിങ്ക്. വെരി സോറി. ഞാൻ ട്വിറ്ററിൽ ഞാനിത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മള് ചിലപ്പോ തമാശയായിരിക്കും പറ്റിക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ. ദിസ് ഇസ് ക്രേസി. എന്നെ ഞാൻ തന്നെ സമ്മതിച്ചു, ഞാൻ പ്രവചിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. അടിപൊളി. മുഹേം, ഞാനേ സെയിം അവസ്ഥ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ ഞാനിങ്ങനെ കുറച്ച് പായസം കുടിക്കാലോ എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ നിക്കണായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ ക്ലബ് സ്റ്റേറ്റ്മെന്റ്. എന്താണോ ക്ലബ് സ്റ്റേറ്റ്മെന്റ് ഓൺ ടൂക്കൽ, ഇയാൾക്ക് വല്ല പറ്റിയ നെക്കി നോക്കിയപ്പോ കണ്ടേ. അങ്ങോട്ട് ഷോക്കായിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരെ വിളിച്ച സങ്കടം പറയാം. ഞാൻ ആദ്യം വിളിച്ചത് നിങ്ങളെയാണ് ഫസ്റ്റ് വിളിച്ചത്. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ തന്നെ ഞാൻ ടോമിനെ വിളിച്ചു. അതാ കറക്റ്റ് സമയത്ത് എനിക്കൊരു ഫോൺ കോള്, കറക്റ്റ് സമയത്ത്. എനിക്കാണെങ്കിൽ ഫോൺ കോളിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ട്, ആരുടെ സംസാരിക്കണമെന്നുണ്ട്. കറക്റ്റ് കോൺ കോൾ. 300 മില്യൺ സാക്ക്. അജിത്, ഐ കാൺ ബിലീവ് ഇറ്റ് മാൻ. ഇത് എന്താണ് സംഭവിച്ചത്? ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചതാ, പക്ഷെ നോട്ടിഫിക്കേഷൻ പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല ഈ ന്യൂസ് കേട്ടിട്ട്. ഐ കാൺ ബിലീവ് ഇറ്റ് മാൻ. ലൈക്ക് ആസ് എ ഫാൻ ഐ ഫീൽ ബിട്രേഡ്. ലൈക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല. ലൈക്ക് വൈ ഈസ് ദിസ് ഹാപ്പനിങ്? ലൈക്ക് ചെൽസിയുടെ ഒരു നേച്ചർ ആണിത്. പക്ഷെ ന്യൂ ഓണേഴ്സ് വന്നു, അവര് 250 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ തോട്ട് ദേ വിൽ ഗിവ് ടൈം. കാരണം നേരത്തെ ടോം പറഞ്ഞ തന്നെ ലാംപാർഡിന്റെ സാക്കിംഗ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇനോവേറ്റബിൾ. അത് വരേണ്ടത് ഫാൻസിനും അറിയായിരുന്നു, അത് ഓൺ ദ പിച്ച് കാണായിരുന്നു. പക്ഷെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ശ്യാം ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ആൻഡ് ഇൻ ടൂക്കിൾസ് കേസ് എന്താണ് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ട് ഇവിടെ സംഭവിച്ചതെന്ന് ഇപ്പൊ പിടികിട്ടുന്നില്ല. കാരണം ഫസ്റ്റ് UCL ഗെയിം ആണ്. ഇനിയും 5 ഗെയിംസ് ഉണ്ട് ഇൻ ദ ഗ്രൂപ്പ് സ്റ്റേജ്. വി ക്യാൻ സാൽവേജ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ നോക്കൌട്ട് സ്റ്റേജ്. പിന്നെ പ്രീമിയർ ലീഗിൽ സ്റ്റൈൽ ഓഫ് പ്ലേ ആൻഡ് the way we are playing right now is not very great, but we are still in the top 6 I think on the table. അപ്പോ ഒരു മാസമായിട്ടുള്ളൂ പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ട്. സമയം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ എന്താ സംഭവം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ആൻഡ് ഐ ഫീൽ റിയലി ഷോക്ക്ഡ് ആൻഡ് ഐ കാൺട്ട് ബിലീവ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഹെബാർ, ഞാനിത് തന്നെ ഒരു കോൺ കോളിലായിരുന്നു. ഞാൻ 2 സെക്കൻഡ് സ്റ്റക്കായി. അപ്പൊ അപ്പുറത്താണ് ചോദിക്കുന്നുണ്ട് യെസ് ആകാശ് കണ്ടിന്യൂ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഫോണിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ അറിയില്ല. ഇത്രയും പൈസ സ്പെൻഡ് ഓൾമോസ്റ്റ് 300 മില്യൺ. അത് വാങ്ങിയതൊക്കെ ടുക്കലില്ലെങ്കിൽ വി വുഡ് ഹാവ് നെവർ ചേസ് ദോസ് പ്ലേയേഴ്സ്. ഒബാമയാങ്ങിനൊക്കെ വൈ ഡിഡ് വി ചേസ്? ടുക്കലിന് വേണം, ഹി വാണ്ട്സ് ദാറ്റ് പ്രൊഫൈൽ ഓഫ് സ്ട്രൈക്കർ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. സംതിങ് ഹാസ് ഗോൺ ഓൺ ബിഹൈൻഡ് ദ സീൻസ്. ഒന്നില്ലെങ്കിൽ കുറെ റിപ്പോർട്ട്സ് കണ്ടതാണ് ദാറ്റ് പ്ലേയേഴ്സ് ആർ നോട്ട് ഓൺ ബോർഡ്. അറ്റാക്ക് ഡസൻ ലൈക്ക് പ്ലേയിങ് അണ്ടർ ടുക്കൽ. ആളുടെ മാനേജ്മെന്റ് കുറച്ച് മോശമാണ്. ഡോട്ട്മണ്ട് ടൈമിലും കേട്ടിട്ടുണ്ട് എംറൈമോറിനോടൊക്കെ ഹി വാസ് മെയ്ഡ് ടു ക്രോൾ ഓൺ ദ ഫ്ലോർ അങ്ങനത്തെ. പക്ഷെ അത്രയില്ലെങ്കിൽ ഐ തിങ്ക് ഹി ഹാസ് സ്റ്റിൽ ബീൻ വെരി അപ് ഫ്രണ്ട് വിത്ത് പ്ലേയേഴ്സ്. പക്ഷെ മൊറീനിയോ ഒക്കെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. മൊറീനിയോ ഹാസ് ഗോൺ സോ ഫാർ ആസ് ടു സേ ഈ ഒരു ഫുട്ബോളർ അല്ല എന്നൊക്കെ ജോക്കോളിനോടൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഐ തിങ്ക് പ്ലേയേഴ്സ് ടുഡേ കാൻ ഹാൻഡിൽ ദോസ് സോർട്സ് ഓഫ് ഡിസപ്പോയിന്റഡ്. അത്രേ ഉള്ളൂ. ഇത് പ്രതീക്ഷിച്ചില്ല തീരെ. എന്റെ തമ്പനയിലാണ് കറക്റ്റ് ഇതിന് ഭണ്ഡാരം പിടിക്കാനായിട്ട്. ഞാൻ ടൂക്കൽ ഔട്ട് നോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തമ്പനയിലൊക്കെ അങ്ങനെ കുറച്ച് നേരം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, I think Hebar, you posted on this. Rob partly has been told that the decision has been a mutual one.
and a case of jumped before he was pushed. പുള്ളിക്കാരനായിട്ട് ഏറ്റെടുത്ത 2 names was given as a replacement, Graham Potter and Pochettino. And Rob was told that Paul Mitchell was sounded out recently as a defensive director of football and specifically mentioned working with Pochettino again. Simon, wow, Pochettino and Graham Potter, Sham. പോച്ചിറ്റിനോ ആൻഡ് ഗ്രാം പോട്ടർ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ നല്ല തല്ല് നടക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. എനിക്ക് വേണേൽ ചില ആൾക്കാർ പറയുന്നുണ്ട് സാക്ക് ചെയ്തത് കറക്റ്റ് ആണ്, ഐ മീൻ ഇറ്റ്സ് ബാക്ക് ടു ഓൾഡ് ചെൽസി, നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. ബട്ട് സി ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ചേഞ്ച്, റൈറ്റ്? നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓവർ ദ ലാസ്റ്റ് 18 years under Roman, we have won trophies. But what we have lacked is two things: identity and stability. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5-6 അല്ലെങ്കിൽ 7 സീസൺ we haven't even challenged for a title properly? It's because we have not given manager time. See, Lampardനെ സാക്ക് ചെയ്യാൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് Lampard is a naive manager, newbie ആണ്. സാറിയുടെ പ്രശ്നങ്ങളുണ്ട്. Tuchel is someone who we all feel like he has some ideas, he is a good manager, experienced ആണ്, and we have actually backed him in the transfer window. ഇതൊരു മാനേജറിനെ ചെൽസി പ്രോപ്പർ ആയിട്ട് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ തിങ് ആക്ച്വലി. പ്രോപ്പർലി ബാക്ക്ഡ് ഹിം, ലൈക്ക് ഓൾമോസ്റ്റ് all the signings are his signings only. ചിലത് ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് കിട്ടിയില്ലെങ്കിൽ പ്രൈമറി ടാർജസ് കിട്ടിയില്ല, ബട്ട് ബാക്കി പുള്ളിയുടെ സൈനിങ്സ് തന്നെയാണ്. ആൻഡ് ടു ഡു ഓൾ ദാറ്റ് ആൻഡ് നൗ സാക്ക് ഹിം, okay, he might have pushed. In that case, he could have probably been told, actually he could have been convinced, okay, we'll give you time. അതും കൊടുക്കാറുണ്ടല്ലോ. I don't think any manager will say like I am going to go, I am not going to be here. Like I think obviously രണ്ട് സൈഡിന്നും പ്രഷർ ഉണ്ട്. So what I'm saying is like he could have been given more time, because next manager ഇപ്പം ആര് വന്നാലും ചിലപ്പം ഈ പ്ലേയേഴ്സ് അയാൾക്ക് സൂട്ടബിൾ ആയിരിക്കില്ല, അപ്പം ഈ പ്ലേയേഴ്സിനെ ഓഫ് ലോഡ് ചെയ്യണം, പിന്നെ അടുത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവരണം, പിന്നെ അടുത്ത വീണ്ടും സൈക്കിൾ ഉണങ്ങും. And I think Graham Potter എന്നൊക്കെ പറഞ്ഞാൽ he requires time. I mean, there's no way he will come here and challenge for a title with these players. He's not, I mean, he needs time. പോച്ചിറ്റിനോ നമുക്കറിയാം, പോച്ചിറ്റിനോ നല്ല ഫുട്ബോൾ കളിക്കും. ഒരു സെക്കൻഡ്, കാറിലൊക്കെ വന്നിരുന്ന് ലൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ദുബായിൽ നിന്ന്. അരവിന്ദ് ബ്രോ, ഞാൻ ആക്ച്വലി വർക്കിന്റെ ഇടയ്ക്കാണ്, നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ്, രാവിലെ തൊട്ട് വാട്സാപ്പ് നോക്കുന്നില്ല. സോ ഇപ്പോഴാണ് ഇത് സംഭവം കണ്ടത്. ടൂക്കലിന്റെ ഡെഫിനറ്റ്ലി സർപ്രൈസിങ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എന്ന് വെച്ചാൽ ഒരു സൈഡിന് നമ്മളെല്ലാരും പറയുന്നത് കേട്ടു റോമന്റെ ബിനാമിയാണ്, അതേ രീതിയിലാണ് സാക്ക് ചെയ്തതെന്നൊക്കെ. ഇത് മ്യൂച്വൽ ഡിസിഷൻ ആയിരിക്കും ഒബ്വിയസ്ലി. കാരണം ഇത്രയും ഒരു കോച്ചിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 2-3 മാസം കൂടിയും കഴിയാതെ ഒരു സാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ടൂക്കലിന്റെ അടുത്തൊന്നും ഇതിനുള്ള നല്ല രീതിക്ക് ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ ഒരു ബോർഡിന്റെ അടുത്തുനിന്ന് മാത്രമുള്ള തീരുമാനമല്ല ഇത്. ഇതെന്നാലും വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഐ മീൻ ലൈക്ക് അന്തവും കിട്ടുന്നില്ല. ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പോച്ചിറ്റിനോ എന്ന ഹൗസ് ഓഫ് ഫുട്ബോൾ പറയുന്നു, വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ, പ്ലെയർ ഇഷ്യൂസ്. ഇത് സ്ഥിരമായിട്ട് എന്തിനാ 300 മില്യൺ ചെലവഴിച്ചേട്ടോ? മ്യൂട്ടാണ്. ഐ സ്റ്റിക്ക് ടു മൈ ഇനീഷ്യൽ പോയിന്റ്. എനിക്കിതിപ്പോ ഇപ്പൊ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൽ നിന്ന് സെൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഇതിൽ ആബ്സല്യൂട്ട്ലി എന്താണ്, എങ്ങനെ ആലോചിച്ചിട്ട് ഒരു ശതമാനം പോലും ഇപ്പൊ ദി ഓൺലി തിങ് ദാറ്റ് മേക്സ് സെൻസ് ഇസ് ദ ഫാക്ട് ദാറ്റ്, ഐ മീൻ ഫാക്ട് അല്ല, ഇസ് ദ സ്പെക്യുലേഷൻ ദാറ്റ് ദിസ് ഇസ് എ മ്യൂച്വൽ ഡിസിഷൻ. അങ്ങനെയാണെങ്കിൽ യെസ്, ഒബ്വിയസ്ലി ഇപ്പൊ എത്രത്തോളം മാനേജ്മെന്റ് ബാക്ക്ഡ് ആണെങ്കിലും കോച്ച് പറയണം ഓക്കെ ഐ ഹവ് ലോസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർസ് ആബ്സല്യൂട്ട്ലി നത്തിങ് എൽസ് ടു ഡു, സ്ട്രേറ്റ് അവേ അങ്ങ് പറഞ്ഞുവിടാന്നുള്ളത്. അതാണെന്നാണ്, ഐ മീൻ ദാറ്റ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് മേക്സ് സെൻസ്. ശരിക്കും അറിയില്ല, ഞാനിവിടെ വന്നിരിക്കണത് വേറെ, ഐ മീൻ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് സെൻസ്, ഐ ജസ്റ്റ് വാണ്ട് ടു ബി എമംഗ് യു. കാരണം ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്യും, അത് കാരണം ഇവിടെ വന്നിരിക്കുകയാണ്. വേറെ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എനിക്ക് സത്യം പറയാൻ എന്താ ചിന്തിക്കേണ്ടത് തന്നെ അറിയില്ല. അരവിന്ദ് ബ്രോ, ടൂക്കലിന്റെ സൈനിങ് ആയ ഒബാമയങ് വന്നു, ഒരു കളി കളിച്ചു, പോയി. അതുകൊണ്ടാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഡിഡക്ഷൻ കേപ്പബിലിറ്റി ഒന്നും വേണ്ട, കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഇപ്പത്തെ അവസ്ഥയിൽ ഇത്രയും സൈനിങ്സ് ഒക്കെ മേടിച്ചു കൊടുത്ത്, പുള്ളീന്റെ സ്റ്റൈലിനുള്ള സൈനിങ്സ് മേടിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു ഇതുണ്ടാവണമെങ്കിൽ, പ്രത്യേകിച്ച് ടൂക്കലിനെ അറിയാം, നമുക്ക് ടൂക്കലിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാം. സോ ഒബ്വിയസ്ലി ഇതൊരു മ്യൂച്വൽ ഡിസിഷൻ ആവാനേ ചാൻസ് ഉള്ളൂ. മേ ബി ഇനീഷ്യേറ്റീവ് ഇവിടുത്തെ ടൂക്കലായിരിക്കും. ടൂക്കലിനെ തോന്നിയിട്ടുണ്ടാവും ഡ്രസ്സിംഗ് റൂം ലോസ് ആയിരുന്നു. അതുപോലെയാണ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നത് റീസെന്റ് ആയിട്ട്. സോ എന്താ പറയാ, ഇതിന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് ഇതിന്റെ മുകളിലൊരു വ്യൂ കിട്ടായിരിക്കും. പക്ഷെ ഇതാണ് ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ള, നമുക്ക് വേറെ ഒരു ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ലോജിക്കൽ
എന്നുള്ള കാര്യം ചിന്തിക്കുക. അങ്ങനെ നോക്കുമ്പം ഈ ഒരൊറ്റ റീസണേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അജിത്? എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഐ തിങ്ക് ഒരു എക്കോ വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്തു. ആരുടെ സൈഡിൽ നിന്നാണ് വരുന്നത്? എനിക്കും വരുന്നുണ്ട് എക്കോ. അരുൺ ബ്രോന്റെ സൈഡിൽ നിന്നാണോ? അതെ തോന്നുന്നു. ഓക്കെ, അജിത് പറഞ്ഞു. അതെ, ഐ ഡോ തിങ്ക് ടൂക്കലിന്റെ ഇത്ര കാലത്തുള്ള കോച്ചിങ് ഇത് വെച്ചിട്ടും ശരിയാണ്, പുള്ളിക്ക് പണ്ട് ഡോട്ട്മെന്റിലും PSG-ലും ഉണ്ടായിട്ടുണ്ട് ബോർഡായിട്ട് ഇഷ്യൂസ്. പക്ഷേ ഹീസ് ദ വൺ, ലൈക്ക് ഹീസ് നോട്ട് എ പേഴ്സൺ ഹൂ വുഡ് മൂവ് അവേ ഫ്രം എ ചാലഞ്ച്. പുള്ളിക്ക് കിട്ടാൻ മീൻസ് ഹി ഹാസ് ദ പ്ലേയേഴ്സ്. ചിലപ്പോൾ മേ ബി വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് കുഡ് ഹാവ് ബീൻ ലൂസിങ് ദ ഡ്രസ്സിംഗ് റൂം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബോർഡ് ഈ തീരുമാനത്തിന് വരാൻ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ടൂക്കൽ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഹി ഡസൻ ലൈക്ക് ഇറ്റ് ഡസൻ ആഡ് ഓൾ ടുഗെദർ. കാരണം കഴിഞ്ഞ സീസൺ ഹി ഹാസ് ടേക്കൺ അസ് ത്രൂ ഈവൻ വേഴ്സ് സിറ്റുവേഷൻസ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാങ്ഷൻസ് വന്നു, we were struggling with money, we are having a lot of problems, but he braved through all of that, and in spite of all of that, he stayed, and we got new owners, we got the new signings, and then ഒരു മാസം ആവുമ്പോഴേക്കും സാക്ക് വന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് ടോം പറഞ്ഞത് തന്നെ ഇറ്റ് ഡസൻ ഒരു സെൻസ് ഉണ്ടാവുന്നില്ല ഈ ഡിസിഷന്. സോ റൈറ്റ് നൗ ഈവൻ ഐ ആം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. അജിത്, ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഒബ്മയാങ്ങിനെ മേടിച്ചു. ഒറ്റ കളിയെ കളിച്ചിട്ടുള്ളൂ. ഫോർവേഡിലെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്മയാങ്ങിനെ മേടിച്ച്. ഒബ്വിയസ്ലി ടൂക്കലിന്റെ വിഷന് അനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലെ കാര്യം ഓക്കെ, നമ്മൾ പല ട്രബിളിലും ആയിരുന്നു, ഒക്കെ ശരി തന്നെ. അവിടെ പുള്ളിന്റെ മെറ്റലും കാട്ടി. പുള്ളി ഈവൻ ഇന്റർവ്യൂസിൽ വന്നിട്ടുള്ള സംസാരമൊക്കെ അത്രയും എന്താ പറയാ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ റൈറ്റ് നൗ നമുക്ക് ഇഷ്യൂസ്, ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ് പലതുണ്ടെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. CHും അങ്ങനത്തെ പല പ്ലേയേഴ്സും എന്തിനോ വേണ്ടിയിട്ട് കളിക്കുന്ന രീതിയിലാണ് ഇപ്പം സ്വപ്നോ കളിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇതൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ ഇത്ര കാര്യങ്ങൾ വിസിബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി ഡ്രസ്സിംഗ് റൂമിൽ ഇതിനെക്കാട്ടും വലിയ ഇഷ്യൂസ് നടക്കണ്ടാവല്ലോ. സോ ആ പോയിന്റ് ഒക്കെ ആയിരിക്കും. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മാച്ച് മുന്നേ, ഈ ഒരു മാച്ച് നടക്കുന്നതിന് മുന്നേ ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലെയറിനെ മേടിച്ചു കൊടുത്ത് ആ പ്ലെയറിന്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് അറിയാലോ. ഒബ്മയാങ്ങിന് നമ്മൾ 10 പറഞ്ഞിട്ട് പിന്നെ അതിനെക്കാട്ടും കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. സോ ഒബ്വിയസ്ലി അത്രയും മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കോച്ചിന്റെ വിഷന്റെ രീതിയിൽ തന്നെയാണ് ബോർഡ് പോകുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു ഗെയിം തോറ്റപ്പോഴത്തേക്കും സാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ഡോണ്ട് നോ, എനിക്ക് അതിൽ വേറൊരു ലോജിക്കും തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിറ്റക്ഷനിൽ എത്തിയ സത്യം പറഞ്ഞത്. വിപിൻ ബ്രോ, വെൽക്കം. നമ്മളെ ഈ മലയാളികൾക്ക് നാളെയല്ലേ ഓണം? നാളെ തിരുവോണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന് കുറ്റം പറഞ്ഞ ടോമിനാണ്. ടോം എന്തോ വിളിച്ചറിയിച്ചെന്ന് തോന്നുന്നു, ഓണ സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞു. ഇതിനെക്കാട്ടി വലിയൊരു സമ്മാനം കിട്ടാനില്ല. 250 മില്യൺ കൊടുത്ത് പ്ലേയേഴ്സിനെ വാങ്ങിച്ച് കോച്ചിനെ സാക്ക് ചെയ്ത് ഇതിനെക്കാട്ടി വലിയ എന്ത് സാധനം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്? ഞാനിത് ഒത്തിരി നേരം മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഇത് എല്ലാ ക്ലബിനും 3 വർഷം എടുത്തു. യൂർഗൻ ക്ലോപ്പ് 3 വർഷം എടുത്തു. പെപ് ഗാർഡിയോള ഈ ആള് വന്ന് 1ാമത്തെ വർഷം ചാമ്പ്യൻസ് ലീഗും അതുകൂടാണ്ട് 2 ട്രോഫി അടിച്ചതിന് ശേഷം പ്ലേയേഴ്സിനെ അയാളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുത്തു. ഒരു ദിവസം പറഞ്ഞു വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസി ക്ലബ് ഒരിക്കലും മാറാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇത് മാത്രം മാനേജ്മെന്റേ മാറത്തുള്ളൂ. മുഖം മാറുന്ന ലക്ഷണം കാണുന്നില്ല. ഇത് കുറച്ചും കൂടി സമയം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നു. ഇത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി. നമ്മൾ ബോർഡിനെ ഇമ്മീഡിയറ്റ്ലി ബ്ലെയിം ചെയ്യുന്നതിന് മുന്നേ കുറച്ചും കൂടിയും എന്തൊക്കെയാ നടന്നതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. കാരണം റോമൻ അല്ല, റോമന്റെ കാട്ടും കുറച്ചും കൂടി വിഷം കാണിച്ചിരുന്നു. നമുക്കറിയാലോ റോമൻ ഫസ്റ്റ് സീസണിന്റെ കോച്ചിന്റെ വിഷനിലും സെക്കൻഡ് സീസണിന്റെ റോമന്റെ വിഷനിലുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. സെക്കൻഡ് സീസണിൽ മേടിക്കുന്ന പ്ലേയേഴ്സ് മിക്കവാറും നമ്മളുടെ മറ്റേ ആ മാനേജ്മെന്റിന്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും, അല്ലാതെ കോച്ചിനനുസരിച്ചിട്ട് പ്ലേയേഴ്സിന് മേടിച്ച് കൊടുക്കാറില്ല. അത് ഇപ്പം മൊറിഞ്ഞോ ആണെങ്കിലും. പക്ഷെ ഈ ഒരു കേസിൽ അങ്ങനെ ആയിരുന്നില്ല. ആ കോച്ചിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. സോ വി ഷുഡ് വെയിറ്റ് ബിഫോർ മേക്കിംഗ് പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ്. കാരണം ചിലപ്പം ബോർഡിന്റെ പ്രോബ്ലം ആയിരിക്കില്ല. ഈ മ്യൂച്വൽ ഇപ്പൊ തന്നെ ന്യൂസ് വന്നുണ്ടല്ലോ മ്യൂച്വൽ ആയിട്ടുള്ള ഇതാണെന്ന്.
അപ്പൊ എത്രത്തോളം ആരുടെ ഭാഗത്ത് ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാവട്ടെ, എന്നിട്ട് നമുക്കൊരു കറക്റ്റ് കുറ്റം പറയാം. ശ്യാം അതൊരു നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. എക്കോ അരവിന്ദ് പ്രോ ഒന്ന് മ്യൂട്ട് ആക്കാമോ? അരവിന്ദ് റെബ്രോന്റെ ഏരിയയിൽ നിന്നാണ് എക്കോ വരുന്നത്. ആക്ച്വലി ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്, ഞാൻ ശരി. വർക്കിന്റെ ഇടയ്ക്കാണ്. സോ ഗൈസ്, സീ യു ലേറ്റർ. Okay, I think see അതൊരു നല്ല പോയിന്റ് ആണ്. See, what we can only make a judgment once we hear the full statement. ഇപ്പം TTയുടെ ഡിസിഷൻ ആണ്, like if he says that have had enough of this and I'm going to leave, and if he's one who initiated this, then that means okay, we have to respect that. But again, അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, TT പറഞ്ഞ പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് ഒരു 1 month പോലും ആവാണ്ട് TT തന്നെ പറയാണ് ഓക്കെ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ what does it say of him? Right? He should take the responsibility, and he should be grooming these players and making them play well, right? Adu responsibility edukkanam, because at least 5 to 6 signings are undaki, first team signings. Probably we can say ഒരു midfielder, maybe ഒരു attacker missing ആയിരിക്കും, അല്ലെങ്കിൽ center back, maximum 3 signings കൂടി മേടിക്കുക, ഒരു goalkeeper maybe, but at least half of what he asked he's got, right? So if it's completely that TTയുടെ decision ആണ്, like I want to go, I had enough എന്ന് പറഞ്ഞാൽ okay fine, but that shows TT's mentality maybe. But I don't അതെനിക്ക് ഫുൾ ആയിട്ട് എഗ്രി ചെയ്യാൻ പറ്റില്ല. I think it's definitely board instigated ആയിരിക്കും. And ഇപ്പോൾ റിപ്പോർട്ട്സ് വന്നത് ബിഫോർ ചാമ്പ്യൻസ് ലീഗ് തന്നെ ലോസ് തന്നെ ഓൾമോസ്റ്റ് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റിഫ്റ്റ് ഉണ്ടായിരുന്നു. Matt Loy saying something about Ronaldo, I'm not sure if it's true. You guys probably can make sense of that. I don't know, but if it's completely ബോർഡിന്റെ ഡിസിഷൻ ആണ് and then TT and mutual consent ആണെങ്കിൽ, see mutual consent എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ബോർഡ് ആദ്യം പറയും, like we have had enough, മാനേജർ said okay fine, that's it. അതാണ് മ്യൂച്വൽ കൺസേൺ ആണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മാനേജറായിട്ട് പറയാണ് ഞാൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, unless he's had really had enough. But I don't think he would do that. ഒരുപാട് റിപ്പോർട്ട്സ് പറഞ്ഞോ വിപിൻ, പറഞ്ഞോ. അല്ല, അങ്ങനെ പോകാമെന്ന് പറയുന്ന ഒരു കോച്ചായിരുന്നെങ്കിൽ അയാള് നമുക്ക് സാങ്ഷൻ കിട്ടിയ സമയത്ത് അയാൾ ഇട്ടിട്ട് പോയാനെ. ഇംഗ്ലണ്ടിലെ ഒരു കോച്ചും ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവര് ഇംഗ്ലീഷ് FA അനുകൂലമായിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടി നിൽക്കുള്ളൂ ഇംഗ്ലണ്ടിലെ ഒരു കോച്ചാണെങ്കിൽ. പക്ഷെ അയാൾ ആ സമയത്ത് നമ്മളോട് നിന്നു എന്നുള്ളത് കൊണ്ടിട്ട് അയാൾ ഒരു ഭീരുവായിട്ടുള്ള കോച്ചല്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അയാൾ ഇട്ടിട്ട് പോയാനെ. അഫ്കോഴ്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്തായിരുന്നു. ഹെബാർ കുറെ മൾട്ടിപ്പിൾ ന്യൂസ് റിപ്പോർട്ട്സ്, മൾട്ടിപ്പിൾ ട്വിറ്റർ. വാട്ട് ഡു യു മേക്ക് സെൻസ് ഓഫ് ഇറ്റ് ഓൾ? അതിപ്പോ ടെലഗ്രാഫ് ഇരുന്ന് വായിക്കായിരുന്നു മൊത്തത്തിൽ. സോ ഐ തിങ്ക് മാറ്റിലോ ലാംപാർഡ് സാക്കിങ്ങിന് കഴിഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് എഴുതിയ പോലെ ഹാസ് ഡ്രോപ്ഡ് വൺ ഓൾറെഡി. അപ്പൊ അതിൽ പറയുന്നത് തന്നെയാണ്, ഓവർ ദ സമ്മർ ഇറ്റ് സെൽഫ് US ട്രിപ്പ് മുതലേ ടെൻഷൻസ് ഉണ്ട് ബിറ്റ്വീൻ ബോലി ആൻഡ് ടുക്കൽ. ബോലി ഒരു ഫുട്ബോൾ അത്ര അറിയാത്തൊരു കോച്ചായ സ്ഥിതിക്ക് മേ ബി ഹി വാണ്ടഡ് കുറച്ചും കൂടി ഒരു സമ്മൺ ഹൂസ് വില്ലിംഗ് ടു ആൻസർ ഹിസ് ക്വസ്റ്റ്യൻസ്. ടുക്കൽ ചിലപ്പോൾ ആ ഒരു പേഴ്സണൽ ലെവലിൽ കണക്ട് ചെയ്യാൻ ഒരു മടി കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ഇത് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ലാംപാർഡ് സാക്കിങ്ങിന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, റൂഡിഗർ ആണ് ആ റീസൺ ഫോർ ദ സാക്കിംഗ് ഒരു ആർട്ടിക്കിൾ എഴുതി. ഞാൻ ഉൾപ്പെടെ കുറെ പേര് ഐ തിങ്ക് വി വെന്റഡ് അവർ ഫ്രസ്ട്രേഷൻസ്, വിച്ച് ഇസ് എ വെരി റോങ് തിങ് ടു ഡു. പക്ഷെ ഇതന്നെ വാട്ട് ദർ സേയിങ് ഇസ് ബോളിയുടെ LA Dodgers മാനേജർ has been there 7 years and he's had good times and bad times. പക്ഷെ ഇങ്ങനെ ഒരു ഹയർ ആൻഡ് ഫയർ സ്ട്രാറ്റജി ആയിരുന്നില്ല. They pumped money into the squad. അപ്പോൾ ബോലി wants to do the same thing at Chelsea also, but ഒരു ലോങ് ടേം പ്രോജക്ട്, ലോങ് ടേം മാനേജർ എന്ന് പറയുന്നത്. പിന്നെ സെയിം തിങ് കുറെ പേര് പറഞ്ഞ പോലെ Ziyech wanted to leave, Pulisic wanted to leave. രണ്ടുപേരിനെയും പോവാൻ സമ്മതിച്ചില്ല, but they're being played and being played out of position. So a lot of people in the squad feel Tuchel is unfair എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ doesn't make sense. വേണ്ടാത്ത പ്ലേയേഴ്സിനെ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല, നല്ലൊരു മാനേജറിനെ പറഞ്ഞു വിട്ടതിലും. But I think next signing will definitely be as in manager signing ഒരു long term view തന്നെ ആയിരിക്കും എന്നാണ് all the reporters are saying. Bowley wants someone who will build for the next 7-8 years. അത് പോട്ടർ ആവാനാ സാധ്യത. He's the favorite എന്നും Matlow suggesting in the articles. But really, do you think that the next signing means next manager signing long term ആയിരിക്കും after what has happened? കാരണം every time a manager comes, we listen to this only. ഇപ്പോ ഗ്രാം പോട്ടർ, he has managed Brighton. So I think that is the profile of the club that he's managed, like higher level of club manage ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു സ്ട്രഗിൾ പീരീഡ് എന്തായാലും വരും. മേ ബി സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. മേ ബി ഫസ്റ്റ് 3 months might be a rocky boat. അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും there will be, if there are tensions, if there are problems, will he also get sacked or will he also not get time? ആള് തന്നെ പറയുന്നത് ഓണർ വാണ്ട് someone who he can ask. എനിക്ക് ഫുട്ബോളിനെ പറ്റി വലുതായിട്ട് അറിയില്ല, പക്ഷെ I want you to work with the director of football, build for the future എന്നാണ്.
ഇപ്പൊ ടുക്കലിന്റെ കഴിഞ്ഞൊരു 3-4 മാസത്തെ പെരുമാറ്റത്തിൽ ദ ഓണേഴ്സ് ഡിഡ് നോട്ട് ഫീൽ ഹീസ് ദ റൈറ്റ് ഫിഗർ എന്നാ പറഞ്ഞു. പക്ഷെ അത് ദസ് എ ലോട്ട് ഓഫ് കോൺട്രഡിക്റ്റിംഗ് ആക്ഷൻസ് ദേവ് ടേക്കൺ. ഒബാമ അങ്ങനെ വാങ്ങി, ടുക്കൽ അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല ഒബാമ വേണം. ഡിയോഫ് അതിന് ഉണ്ടായിരുന്നല്ലോ, ഗതികേടുകൊണ്ട് പിന്നെ എന്ത് കോൺവെർസേഷൻ ഉണ്ടാവാനാണ് ടൂക്കൽ? അതാണ് പിന്നെ ഡിയോഫ് ഇല്ലാണ്ട് ടൂക്കൽ ആരോട് സംസാരിക്കാനാണ് ഇതിനെ പറ്റിയിട്ട്? ഡിയോഫ് അപ്പോയിന്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 സീസൺ കണ്ടു, വി ഹാവ് നോട്ട് പെർഫോംഡ് അറ്റ് ഓൾ ഓർ അപ് ടു ഹിസ് എക്സ്പെക്ടേഷൻ, ഇറ്റ്സ് ഫൈൻ. അറ്റ്ലീസ്റ്റ് ഒരു 6 months, അറ്റ്ലീസ്റ്റ് അണ്ടിൽ വേൾഡ് ഞാൻ കപ്പ് ഈ സീസൺ എൻഡ് വരെ ഞാൻ ടുക്കലിന് ഈ സീസൺ എൻഡ് വരെ ഞാനും പറഞ്ഞായിരുന്നു. ബിക്കോസ് ഹി ഹാസ് ടു ഹാവ് സം ടൈം. ഇത് നല്ലൊരു ട്രാൻസിഷൻ ആണ്, 5-6 ന്യൂ പ്ലേയേഴ്സ് കമ്മിങ് ഇൻ, ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഗ്രാം പോട്ടർ വന്നാലും ഹി വുഡ് നീഡ് ടൈം. ആൻഡ് മേ ബി ഇനീഷ്യലി ഒരു മാനേജർ ബൗൺസ് ഉണ്ടാവുമായിരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒരു 2-3 months ഉണ്ടാവും. 1920 3 മാസം വിതൗട്ട് വിൻ ഗ്രാൻഡ് പോട്ടർ പോയൊരു ചരിത്രമൊക്കെ ഉണ്ട്. ആളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഒത്തുപോകാൻ പറ്റാണ്ട് കുറെ പ്ലേയേഴ്സിന് പറഞ്ഞു. ബ്രൈറ്റൺ എക്സ്പെക്ടേഷൻ അത്രേ ഉള്ളൂ. ബ്രൈറ്റൺ നല്ല ഫുട്ബോൾ കളിക്കും ആദ്യത്തെ 5-6 മാസം, പിന്നെ നെക്സ്റ്റ് 6 months ടൈലർ ഓഫ്, ദേ വിൽ ഫിനിഷ് ഇൻ ദ മിഡ് ടേബിൾ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനത്തെ നമ്മളത് ഈ ഒരു ചെൽസി ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രാൻഡ് പോട്ടറിനെ. ഐ മീൻ കേട്ടില്ല. അല്ല എന്തോ പറയാൻ വന്നു പറഞ്ഞു വിപിൻ. ഇല്ല ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഗിരീഷ്, എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം പറഞ്ഞാല് there is no replacement that is going to be an upgrade on Tuchel. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു അവസ്ഥയിൽ ആരെപ്പോൾ ഇപ്പൊ അവൈലബിൾ മാനേജേഴ്സ് പറഞ്ഞ വൺ ഗ്രാം പോട്ടർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉള്ളത് പറഞ്ഞ പൊച്ചറ്റിനോ, then we have Zidane, maybe Zidane, but is Zidane a tactician? I am not very sure. നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ വെച്ചിട്ട് we need someone who's going to tailor the tactics and play to the team. പക്ഷെ സിഡാൻ എത്രത്തോളം അത് ആ ഫ്രീഡം കിട്ടും എനിക്കൊരു പിടിയില്ല. സോ സിഡാൻ ഓൾസോ ഐ ഡോണ്ട് കൺസിഡർ an upgrade over Tuchel at least. പിന്നെ ആരുള്ളത്, പിന്നെ ഇപ്പോ ബിഎൽസി അങ്ങനെ പോലത്തെ കോച്ചസ് ഒക്കെ. സോ ഇറ്റ് ഡസന്റ് റിയലി മേക്ക് എനി സെൻസ്. ബിഎൽസി ആണെങ്കിൽ സെറ്റ് ഒരു 70 ഗോൾ അങ്ങോട്ടും ഒരു 85 ഗോൾ ഇങ്ങോട്ടും. ആൻഡ് ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയ കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ ദ പ്ലേയേഴ്സ് ഐ ഫീൽ വർ ലെറ്റിംഗ് ഇൻ. യെസ്, തുഷൽ കുറച്ച് ബ്ലെയിം ഉണ്ട് ആ സിസ്റ്റം, മേ ബി ഈസ് നോട്ട് tailored system well enough to suit the players. പക്ഷെ we have just got players to play Tuchel system for like 1 month. അത് കഴിഞ്ഞിട്ട് Tuchel സാക്കിയ പിന്നെ വീണ്ടും പുതിയ മാനേജർ he has to basically take over the leftovers, and it is really frustrating and it does not make sense to me at all. You're sacking ഇതൊരു പ്രീ പ്ലാൻ ആസ് ഹെബാർ പറഞ്ഞ പോലെ ഇത് നേരത്തെ ഒരു ടെൻഷൻസ് കൂടി കൊണ്ടായിരിക്കാം. പക്ഷെ if that's the case, then why even bring all players that Tuchel wants? It's really confusing to me. അല്ല ഒരു കാര്യം എനിക്ക് ഇതാണെന്ന് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാനലിസ്റ്റുകൾക്ക് സമയമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാത്തിനും വരാൻ അറിയാം. ഇതുപോലെ ന്യൂസ് വല്ലതും വേണം. അടുത്ത ആൾ വന്നിട്ടുണ്ട് ഹഫീസ്. 8 പാനലിസ്റ്റുകൾ ചെൽസിക്കാരനിൽ കണ്ടിട്ട് വർഷങ്ങൾ കുറേയായത്. ഇപ്പൊ നോക്കിയാൽ പോരാട്ടത്തിന് 800ഓളം വ്യൂവേഴ്സ്. എന്താ അവസ്ഥ? ഉണ്ടല്ലോ ശ്രീകാന്ത് ബ്രോ, നമ്മ പള്ളിയിൽ ഇതിൽ പോകുന്ന പെരുന്നാളിനും ഉത്സവത്തിനും മാത്രമല്ല, അല്ലാണ്ട് പോവാറില്ലല്ലോ. ഞാൻ പറയാറുണ്ട് 8 ആക്ച്വലി അരവിന്ദ് ബ്രോനെ മുഹൈമിനെയും കൂട്ടിക്കഴിഞ്ഞാൽ 10. ഐ തിങ്ക് നമ്മുടെ യൂട്യൂബ് സ്ട്രീമിംഗ് ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്രോണോളജിക്കലി, ബോലി വന്നു, വി എക്സ്പെക്ടഡ് മെറീന ആൻഡ് പെട്രചെക് ടു സ്റ്റേ ഫോർ എ ലിറ്റിൽ വൈൽ ലോങ്ങർ. അവരുടെ പോക്കും വി തോട്ട് ഇറ്റ് വാസ് പ്രീമച്യൂർ. But then again, we thought, okay, transfer window is still open, we are doing something, നോക്കട്ടെ. അങ്ങനെ പതുക്കി ഇവര് പോയി. അടുത്ത പാർട്ടി പോണത് പിന്നെ നമ്മുടെ ഈ റീസെന്റ് സ്കോട്ട് മെക്കാക്ലൻ, നമ്മുടെ ഇന്റർനാഷണൽ സ്കൗട്ടിങ്ങിന്റെ ഹെഡ്, അയാള് പോയി. പിന്നെ ആകെ കൂടി ബാക്കിയുള്ളത്, അതായത് പഴയ റെജീമിൽ നിന്ന് ബാക്കിയുള്ളത് ഇനി ടൂക്കലിന്റെ സ്റ്റാഫ് വരുന്നു. ഇപ്പൊ അതും കൂടി പോയ സ്ഥിതിക്ക് ഇപ്പൊ ചെൽസി എൻറ്റയർലി ബോളി എറ 100% ആയെന്ന് വേണേൽ പറയാം. മേ ബി ഇനി അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നോ? ബിക്കോസ് ഈ പറയുന്ന പോലെ ഈ ഡിസിഷൻ വാസ് മെയ്ഡ് ബിഫോർ ദിസ് ഗെയിം. പിന്നെ ഈ ഗെയിമിന് മുന്നേ ഉള്ള ടൂക്കലിന്റെ പ്രസ് കോൺഫറൻസിൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചായിരുന്നു, തോമസ്, ഡു യു റിയലൈസ് ദാറ്റ് ദിസ് ഇസ് യുവർ 100th ഗെയിം ഇൻ ചാർജ് ഓഫ് ചെൽസി? സോ തോമസ് ടൂക്കൽ ഗേവ് us എ വെരി ഗുഡ് ബേസ്. 100 ഗെയിംസ് ആണ്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പെർസെൻറ്റേജസ് ഒക്കെ. 100 ഗെയിംസ് ആണ് തോമസ് ടൂക്കൽ ചെൽസിക്ക് വേണ്ടി മാനേജ് ചെയ്തത്. അതിനെന്താ റിയാക്ഷൻ എന്ന് വെച്ചപ്പോഴത്തേക്കും ടൂക്കൽ സൈഡ് ഐ ഡിഡ്ന്റ് റിയലൈസ് 100 ആയെന്നുള്ളത്. മേ ബി എന്താ പറയാ, അടുത്ത 100 പിന്നെ അടുത്ത 100 അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന്
ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അയാൾ ആ തലേ ദിവസം വരെ പറഞ്ഞത്. സോ ഇഫ് ദിസ് വാസ് എ മ്യൂച്വൽ ഡിസിഷൻ ലൈക്ക് വാട്ട് ശ്യാം സജസ്റ്റഡ്, ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത് ഇന്ന് രാവിലെ ആരൊക്കെയോ എന്തൊക്കെയോ എടുത്തു കൂട്ടിയ തീരുമാനമായിട്ടെന്ന് എനിക്ക് തോന്നണം. ബിക്കോസ് ദ സ്റ്റേറ്റ്മെന്റ് ലുക്ഡ് ഹാഫ് കുക്ഡ്. ഇനിയൊരു എന്തെങ്കിലും ഉണ്ടാവണത് വരെ നമ്മൾ കമന്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്ച്വലി ഭയങ്കര വിയേർഡാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല. വിപിൻ ഞാൻ ചോദിക്കട്ടെ, ഈ ഓണേഴ്സ് മാറി, ചെൽസിയുടെ നേച്ചർ മാറുന്നില്ല. സിദ്ധാന്റെ പേര് പറയുന്നുണ്ട്, ബൂട്ടറിന്റെ പേര് പറയുന്നുണ്ട്. ഇവരാരെങ്കിലും ഈ ഒരു ഇതില് ബ്രൈറ്റലിന്റെ കോച്ചായിട്ട് അയാള് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ നിൽക്കുവാണ്. ഈ ഒരു സെനാരിയോയിലേക്ക് അവർ ഓടി ഇങ്ങോട്ടേക്ക് വരും. ചില സീസൺ കഴിഞ്ഞതിന് മുമ്പ് സാക്ക് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. അതാ ബ്രോ പറഞ്ഞു, ഒരു ഉറപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡസൻ മേക്ക് എനി സെൻസ്. ആക്ച്വലി ടോം ബ്രോ, ഞാൻ മ്യൂച്വൽ ഡിസിഷൻ ആണെന്നല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ്സ് ലൈക്ക് ബോർഡിന്റെ ഡിസിഷൻ തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. മ്യൂച്വൽ ഡിസിഷൻ പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബോർഡ് സെഡ് ഹി അഗ്രീ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാട്ട് ഇസ് എ ഒരു കവർഡ് അപ്പ് വേർഡ് ഓർ സംതിങ്. ബട്ട് വൺ തിങ് ഐ വോണ്ട് ടു ടെൽ അബൌട്ട് ടൂക്കൽ ബ്ലെയിംലെസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ടൂക്കലിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, വാട്ട് ഐ ഫീൽ ഫ്രം ഹിസ് പ്രീവിയസ് മാനേജർ എൻഗേജ്മെന്റ്സ്, ഹി ഈസ് നോട്ട് എ മോട്ടിവേറ്റർ. പുള്ളി ഒരു ടാക്ടീഷ്യനാണ്, നല്ലൊരു കോച്ചാണ്. ബട്ട് he cannot motivate the players beyond a limit like a Klopp or a Conte. അതാണ് പുള്ളിയുടെ ഡൗൺഫോൾ എനിക്ക് തോന്നുന്നത്. He has got his players right now. Probably he definitely needed more time. That's what I believe. ബട്ട് പുള്ളി ഈ 2 വർഷത്തിൽ പുള്ളിയുടെ സിസ്റ്റം, ഒരു ഐഡിയ ഉണ്ട്. പുള്ളി ആ പ്ലേയേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് പുള്ളിയുടെ ഫോൾട്ടാണ്. ബട്ട് ദാറ്റ് definitely doesn't absolve the blame from the board for making this decision, because it's a bad decision. എനിക്ക് എന്തോ മൂപ്പര് ലേപ്സിഗ് പോകുന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. ലേപ്സിഗ് മാനേജർ ഇപ്പോ പോയതുള്ളൂ. ഐ തിങ്ക് ടുക്കെൽ വിൽ ഹാവ് ടീമോ വേണർ പാവിനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഒരു കാര്യം, ഹഫീസ് വന്നിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഹഫീ, നീ സംസാരിക്കുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ചെൽസിയുടെ മെൻസ് ഗെയിം കണ്ടിട്ട് ഇനി പറ്റണില്ല, മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല കുറച്ചാളത്തേക്ക്. വിമൻസിന്റെ സീസൺ എപ്പോഴാ തുടങ്ങണേ? കാരണം അവിടെ എല്ലാം സെറ്റ് ആണെന്നാണ് നമ്മൾക്കൊരു ഹോപ്പ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് വേഗം തുടങ്ങണം. നമുക്ക് എല്ലാവർക്കും വിമൻസ് ഗെയിം നല്ലോണം കാണണം. കാരണം പറ്റണില്ല. ചെൽസി ജയിച്ചുകൊണ്ടിരിക്കണത് ശീലിച്ച് ഇങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ കൂടി പോകുമ്പോഴേ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. അത് കാരണം വാട്ട് ആർ യുവർ തോട്ട്സ്? ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുതൽ ഞാൻ വിചാരിക്കണ സംഭവം ഇതാണ്. പെട്ടെന്ന് സീസൺ തുടങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടല്ലോ എന്നുള്ളത്. സെപ്റ്റംബർ 11 നമ്മൾ ഫസ്റ്റ് ഗെയിം കളിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ്റെ ഇടയിൽ വിമൻസ് ടീമിന്റെ കാര്യം പറയുമ്പോൾ എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്ന് അറിയില്ല. ബട്ട് കാണുമ്പം കുറച്ചെങ്കിലും സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന മാച്ചസ് വിമൻസ് ടീമിന്റെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ലേറ്റ്ലി നമ്മുടെ ടീം എങ്ങനത്തെ പെർഫോമൻസസ് ആണ് കാഴ്ചവെക്കണത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ ഇഫ് നമ്മൾ ലെസ്റ്റർ ആയിട്ട് ജയിച്ചെങ്കിൽ പോലും, വെസ്റ്റ് ഹാം ആയിട്ട് ജയിച്ചെങ്കിൽ പോലും, നമ്മുടെ ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിക്ടറി ആയിരുന്നില്ല. നമ്മൾ ലൈവ് സ്ട്രീമിൽ തന്നെ പോസ്റ്റ് മാച്ച് വന്നിട്ട് നമ്മൾ പലരും പറയണ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. വി വർ പോയിന്റിങ് ഔട്ട് ഓൾ ദ വീക്ക്നെസ് ആൻഡ് ഓൾ ദ issues with the team. So I think it's safe to say that we are kicking off the season. The women's team are kicking off the season on Sunday, and I hope we start the season on a high and keep maintaining that throughout. എന്താ ഇപ്പൊ അടുത്ത് കേൾക്കുന്ന റൊണാൾഡോ വാസ് ഒരു ഡിസ്കഷൻ പോയിന്റ് എന്നാണ്. ബോളി റിയലി വാണ്ടഡ് റൊണാൾഡോ ടു കം ഇൻ. അറ്റാക്കിംഗ് കുറവുകൾ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്തതാണ്. പക്ഷെ ടുക്കെൽ വാസ് വെരി ഇൻസിസ്റ്റന്റ്, റൊണാൾഡോ ഒരിക്കലും വേണ്ട. പ്രോബ്ലി ഒരു കാരണം മേ ബി അതായിരിക്കും. ലൈക്ക് ബോളി ഇത്രയും കാശ് മുടക്കുന്നുണ്ട്. ബോളി മൈറ്റ് ബി തിങ്കിങ് റൊണാൾഡോ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഐ വോണ്ട് ടു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൺ ദ പിച്ച്, ഓഫ് ദ പിച്ച് എനിക്ക് വേണം. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ടൂക്കൽ പറഞ്ഞ റീസൺ പ്രോബ്ലി പുള്ളിക്ക് മനസ്സിലായി കാണില്ല. കാരണം പുള്ളിക്ക് ഫുട്ബോൾ അറിയില്ലല്ലോ. അപ്പം അതൊരു കാരണമായിരിക്കാം, പറയാൻ പറ്റില്ല. സോ ഐ മീൻ, ബട്ട് ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, ദാറ്റ്സ് വെരി സാഡ്. അഗൈൻ നെക്സ്റ്റ് മാനേജർ വരുമ്പോൾ ഇറ്റ് വിൽ ബി ദ സെയിം തിങ്. ഹി വിൽ ട്രൈ ടു ബൈ ദ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് someone who can fit the team. പിന്നെ സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. പിന്നെന്താണ് മാറ്റ്ലോഡ് ആർട്ടിക്കിൾ ഞാൻ ആലോചിക്കുന്നത്, എമൗണ്ട് ഓഫ് എന്റെ മൈക്കിൽ ഒരു ഒച്ച പോലെ വരുന്നുണ്ടോ? ഇപ്പൊ റെഡി ആവുന്നു. മാറ്റോഡ് ആർട്ടിക്കിൾ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നതാണ്, ദ എമൗണ്ട് ഓഫ് ആക്സസ് ഹി ഹാസ് ടു ദ ചെൽസി സ്ക്വാഡ്. ആൾ പറയുന്നത് there is a WhatsApp group between the owners and Tuchel where they wanted to discuss transfer targets, but Tuchel wasn't ഒരു active contributor. Director of football conversationല് Tuchelനെ as in he didn't want to get involved. Owners തന്നെ ഹാൻഡിൽ ചെയ്തോട്ടെ. ഇപ്പൊ ഇതൊക്കെയാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ടോം ബ്രോ, do you think that is a fair expectation on a manager? as in ഈ ലെവൽ കോൺവെർസേഷൻസ് ആൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. His job is to coach and set the direction on the pitch.
I think Hebar, you mentioned that point. പഴയ പോലെയുള്ള ക്രിറ്റിസിസം ഒന്നും ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ പ്ലേയേഴ്സിന് പറ്റുന്നില്ല. ബട്ട് ഇവിടെയും വി കാൺ ബി വെരി ഒബ്ജക്റ്റീവ് അബൌട്ട് ഇറ്റ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും 10-25-30 പ്ലേയേഴ്സ് ഉള്ള സ്ക്വാഡാണ്. യു കാൺട്ട് expect everybody to have a positive reaction to your positive stuff and vice versa. അതൊന്നും നടപടി ആവില്ല ഇന്നത്തെ ഡേ ആൻഡ് ഏജിൽ. ആൻഡ് വി കാൺ ബ്ലെയിം ദ പ്ലേയേഴ്സ് ഫോർ നോട്ട് ഹാവിങ് ദ റൈറ്റ് മെന്റാലിറ്റി ഓർ ആറ്റിറ്റ്യൂഡ്. അത് എവിടെയാണ് ആ റിഫ്റ്റ് വന്നത്, ഈ പറഞ്ഞ പോലെ അതിനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളതും നമുക്ക് ഇപ്പൊ ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ ദാറ്റ് ഹി ഈസ് നോട്ട് എ വെരി ഗുഡ് മാൻ മാനേജർ ഇഫ് ദ റിപ്പോർട്ട്സ് ആൻഡ് ദ ഹോൾ വൈബ് ഇസ് റൈറ്റ്. I think Shyam mentioned that. നല്ലൊരു കോച്ച് ആവാം, നല്ല ടാക്ടിഷ്യൻ ആവാം, ബട്ട് വാസ് ഹി എന്താ പറയാ റിപ്പയറർ ഓഫ് റിലേഷൻഷിപ്സ്? അതാണ് ഒരു മാനേജറിന്റെ അതെ, ഒരു മാനേജറിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം അതാണ്. ഇപ്പൊ പ്ലേയേഴ്സ് തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, പ്ലേയേഴ്സും ഒരു പെർട്ടിക്കുലർ കോച്ചിങ് സ്റ്റാഫായിട്ട് പ്രശ്നമുണ്ട്. ഐ തിങ്ക് വി സോ ദാറ്റ് ഓൺ ദ വിമൻസ് ടീമിന്റെ ഡോക്യുമെന്ററിയിൽ. ആ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു അസിസ്റ്റന്റ് കോച്ച് ഈ പിള്ളേരെ എല്ലാവരും ഇട്ട് ഉപദ്രവമായിരുന്നു, ഭയങ്കരമായിട്ട് ഫിസിക്കലി കുറച്ചും കൂടി പുഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദ ഹോൾ സ്ക്വാഡ് couldn't take it and the captain spoke to Emma saying that ഇയാളുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് അപ് ടു ദ മാനേജർ ടു ഫിക്സ് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് വി സോ വാട്ട് ഡിഫറൻസ് ദാറ്റ് മെയ്ഡ്. അപ്പൊ അങ്ങനത്തെ കഴിവുകളുണ്ടോ ഇല്ല എന്നുള്ളത് അതൊക്കെ ദ തിങ് ഇസ് വി കാൺട്ട്. ഈ പറഞ്ഞ പോലെ ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അപ്പുറത്തെ ഇന്ത്യയിൽ നിന്ന് വാട്ട് ഓൾ ക്യാൻ ദ മാനേജർ ഡു? And in fact, Chelsea, he is not a manager. He is the first team head coach. കോച്ച് എന്താ ചെയ്യണ്ടേ? കോച്ച് പ്ലേയേഴ്സിനെ കണ്ട് കളിപ്പിക്കുക, റിസൾട്ട് ഉണ്ടാക്കി. റിസൾട്ടും ഇല്ലാത്തത് കൊണ്ട് ദിസ് സാക്കിങ് ആക്ച്വലി മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് നൗ, ഇങ്ങനെ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം എ റിസൾട്ട്സ് പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഐ തിങ്ക് കഴിഞ്ഞ കളി ജയിക്കുന്നതിന് മുന്നേ ഐ സോ സ്റ്റാറ്റ് ദാറ്റ് സെഡ് 15 കളിയിലായിട്ട് നമ്മൾ 5 കളി എന്തോ ജയിച്ചിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ. ദാറ്റ് വാസ് almost on par with the record of Lampard before his sacking. So it was meant to happen. അങ്ങനെ ആലോചിക്കുള്ളൂ. പക്ഷെ the thing that hurts the most is എത്രത്തോളം നമ്മൾ അധപ്പതിച്ച് കിടക്കണായിരുന്നു. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളെ എത്രത്തോളം ഉയരത്തിൽ എത്തിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് റഫ് പാച്ച് ഓഫ് ഹിസ് കരിയർ ഹീസ് ഔട്ട്. അത് മാത്രമാണ് ലൈക്ക് ഹി ഷുഡ് ഹാവ് ഗിവൺ എ ലോട്ട് മോർ ടൈം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എസ്പെഷ്യലി ഇപ്പൊ ടൂക്കൽ പറഞ്ഞ അറ്റാക്കർ, ഇപ്പൊ ചോദിച്ച അറ്റാക്കർ, ഐ തിങ്ക് ഓബ ആൻഡ് റൊണാൾഡോ ഇൻ ദിസ് ട്രാൻസ്ഫർ വിൻഡോ വുഡ് ഹാവ് കോസ്റ്റഡ് ഓൾമോസ്റ്റ് ദ സെയിം amount of money because Ronaldo was contracted at United still. ഈ പറഞ്ഞ ഒരു 30-40 million മേബി വി വുഡ് ഹാവ് ഗോട്ട് ഹിം. അപ്പൊ ഇനി അതാണോ കാരണം റൊണാൾഡോനെ വേണ്ടാന്ന് വെച്ചതിൽ ഈ പറഞ്ഞ റിഫ്റ്റ് തുടങ്ങി? പക്ഷെ റൊണാൾഡോക്ക് പകരം ഇത്രയും ഫൈറ്റ് ചെയ്ത് ഒബാനെ കൊണ്ടുവന്നിട്ട് ഒബ ഒരു കളിയാ കളിച്ചത്. ആൻഡ് ഹി വാസന്റ് ബാഡ്, ഹി വാസന്റ് അബിസ്മൽ ലൈക്ക് 56 മിനിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 56 മിനിറ്റ് പഴയ കോച്ചിന് വേണ്ടി കളിച്ചു. അതാ. അപ്പൊ ഈ പറഞ്ഞ പോലെ ആൻഡ് ആ 56 മിനിറ്റ് ഹി വാസന്റ് അബ്സല്യൂട്ട്ലി വേസ്റ്റ്ഫുൾ ഓർ ഹി വാസന്റ് അബ്സല്യൂട്ട്ലി ബെസ്റ്റ്. ഒന്നും പറയാൻ പറ്റാത്ത ഒരു സബ് പാർ പെർഫോമൻസ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ഡിസിഷൻ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മാൻ. സോ സാഡ്. അജി ബ്രോ, സെയിം ഒരു ജസ്റ്റ് ടു ഗെറ്റ് യുവർ തോട്ട്സ്. ഇപ്പോ പോട്ടർ വരാണെങ്കിൽ ഹൂ ഡു യു തിങ്ക് ആസ് ഇൻ വിച്ച് പ്ലേയേഴ്സ് വിൽ ബെനിഫിറ്റ് ദ മോസ്റ്റ് ഫ്രം? ഇപ്പോ ആ ട്രൊസാർഡ് പിന്നെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറയുന്നില്ല, മലയാളം പറയുന്നുണ്ട്. കേൾക്കാത്താണോന്ന് അറിയില്ല. അപ്പൊ അതല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് മറ്റേ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചണമെന്ന് വന്ന് പറയണമല്ലേ. എനിക്ക് പറയാൻ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇതിപ്പോ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് പറയണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട, മലയാള മനോരമ കാണാം, ഏഷ്യാനെറ്റ് ന്യൂസ് കാണാം, സീരിയലുകൾ കാണാം. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ്, അത് ചിലവർക്ക് മലയാളമാണ്, ചിലവർക്ക് ഇംഗ്ലീഷാണ്, അത് അങ്ങോട്ട് പറ്റിപ്പോകും. അല്ലാതെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇംഗ്ലീഷ് ചാനലാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അത്രേ ഉള്ളൂ. സോറി ഹെബാർ, കണ്ടിന്യൂ. ഇതിന് ഇപ്പോ അജിബ്രോനോട് തന്നെ സെയിം ചോദ്യമായിരുന്നു. ആസ് ഇൻ പോട്ടർ വരാണെങ്കിൽ അവിടെ നല്ലപോലെ 1v1 ക്വാളിറ്റി ഉള്ള പ്ലെയർമാരുണ്ട്. ഈ ട്രൊസാർഡ് കളിക്കുന്നുണ്ട്, സോളിമാർസ്, പാസ്കൽ ക്രോസ് ഒക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട്. ആൻഡ് ദർസ് എ ലോട്ട് ഓഫ് അവരുടെ അറ്റാക്കിംഗ് ഇന്റന്റ് തന്നെ വൃത്തി കാണാറുണ്ട്. ഇഷ്ടംപോലെ ഓഫ് ദ ബോൾ റൺസ് വരാറുണ്ട്. സോ നമ്മുടെ ചെൽസി സ്ക്വാഡിൽ വിച്ച് പ്ലേയേഴ്സ് ഡു യു തിങ്ക് വിൽ ബെനിഫിറ്റ് ദ മോസ്റ്റ് ഫ്രം പോട്ടർ കമ്മിങ് ഇൻ? എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ പുലിസിക് ആയിരിക്കും. കാരണം പ്രോബബ്ലി ബിക്കോസ് ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി ടു ടേക്ക് ഓൺ പ്ലേയേഴ്സ്. വി ഹാവ് സീൻ ദാറ്റ് ഇൻ ദ പാസ്റ്റ്. ഇപ്പോൾ പുള്ളിക്ക് അത് കാണിക്കാറില്ല.
എനിക്ക് തോന്നുന്നു ആ ഇഞ്ചുറീസും പിന്നെ എന്താണ് പ്ലേയിങ് ടൈം കിട്ടാത്ത ഒരു സ്ഥിതിയിലെത്തിയ ശേഷം പുള്ളി എന്താണ് ആ കളി ഇപ്പോഴത്തെ കളി ഭയങ്കര മോശമാണ് പറയുകയാണെങ്കിൽ. ബട്ട് ഫോർ ലൈക് ക്യാപ്റ്റൻ, ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ഹിസ് അമേരിക്കൻ നാഷണൽ ടീം. അമേരിക്കൻ നാഷണൽ ടീമിന് വേണ്ടി പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ക്രിസ്റ്റ്യൻ പുലിസിക്, സിയക് ഓൾസോ ടു ആൻ എക്സ്റ്റെന്റ്, ബട്ട് ഐ എം നോട്ട് ഷുവർ. ലൈക് അഗെയിൻ സിസ്റ്റം ഡിപ്പെൻഡന്റ് ആയിരിക്കും. ലൈക്ക് മേ ബി 3 at the back തന്നെ ആയിരിക്കും പോർട്ടർ കളിപ്പിക്കാൻ നോക്കുക. ലൈക്ക് ബ്രൈറ്റനിൽ അത് തന്നെയാണല്ലോ കളിക്കുന്നത്. ആൻഡ് കുക്കുറെല്ല കുഡ് ബി യൂസ്ഡ് ആസ് എ വിങ് ബാക്ക് or maybe even a left center back along with Chilwell. And midfielders കാര്യത്തിൽ I'm not very sure who will benefit. I think probably Gallagher might benefit. And again, it depends if Kovacic and Kante are fit, then അത് തന്നെ ആയിരിക്കും മേജർ ആയിട്ടുള്ള പിവട്ട്. ആൻഡ് ഡിഫൻഡേഴ്സിന്റെ കാര്യത്തിൽ ഫൊഫാന ബെനിഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. കാരണം പോട്ടറിന് യങ് പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വി ഹാവ് സീൻ ദാറ്റ് അറ്റ് ബ്രൈറ്റൺ. സോ ഫൊഫാനസ് യങ് 21. ആൻഡ് കൂലിബാലി സർപ്രൈസിംഗ്ലി ഇപ്പോ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും കുറെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് സിൽവയുടെ കൂടെ കളിക്കുമ്പോൾ പ്രോബബ്ലി ദാറ്റ് വിൽ ഓൾസോ ഇംപ്രൂവ്. സോ മെയിൻലി ഐ വുഡ് സേ അറ്റാക്കേഴ്സിൽ പുലിസിക് ആൻഡ് ടു ആൻ എക്സ്റ്റെന്റ് സിഎച്ച്. ഷാംബ്രോ ആസ് ഇൻ സെയിം ക്വസ്റ്റ്യൻ. അറ്റാക്ക് അല്ല ഡിഫൻസിലോട്ട് വരാണ്. അപ്പോൾ അവിടെ വെബ്സ്റ്റർ, പിന്നെ ദേ ഹാവ് വെബ്സ്റ്റർ, ഡങ്ക്, പിന്നെ വെൽറ്റ്മെൻ ഒരു സെറ്റിൽഡ് ബാക്ക് 3 ആണ്. പിന്നെ ഇതേപോലെ ഷോർട്ട് പാസസ് നല്ല ദേ ആർ നോട്ട് അഫ്രേഡ് ടു പ്ലേ ലോങ്. നമ്മുടെ ടീം ചെയ്യാത്തൊരു കാര്യമാണ്, കുറേ പേര് പരാതിയും പറയുന്നുണ്ട്. സോ അങ്ങനെ ഡു യു തിങ്ക് ദർ ആർ എനി പോസിറ്റീവ്സ്? ഫൊഫാനയ്ക്ക് കുറച്ച് കൂടുതൽ സെൻട്രൽ റോൾ അങ്ങനെ എന്തെങ്കിലും വരാൻ ഡു യു തിങ്ക് ഇറ്റ്സ് പോസിബിൾ? Yeah, I mean, see, Graham Potter's കളി വെച്ചിട്ട് his team plays fluid football, so definitely the players who like to play on the front foot definitely would have an advantage. Pulisic GH എനിക്ക് വലിയ ഹോപ്പ് ഇല്ല, ബിക്കോസ് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അവരുടെ മെന്റാലിറ്റി കാരണമായിരിക്കും ഇത്ര അണ്ടർ പെർഫോം ചെയ്യണം. സോ പ്രോബ്ലി ഒരു ന്യൂ മാനേജർ വരുമ്പോൾ മേ ബി they will have a bounce. I think Cucurella definitely, because he's coming from Brighton, so will have a good this thing. And Fofana, Koulibaly ഒക്കെ നല്ലതായിട്ട് അത്യാവശ്യം. പക്ഷെ എനിക്ക് വേണം, വിൽ ഗ്രാഹാം പോട്ടർ ബി ഏബിൾ ടു മോട്ടിവേറ്റ് ദ പ്ലേയേഴ്സ്? ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ലൈക്ക് ഒരു മെന്റാലിറ്റി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. ടാക്ടിക്കലി ഐ ഡോണ്ട് സീ മച്ച് ഓഫ് എ ഡിഫറൻസ്. ലൈക്ക് വുഡ് ദ പ്ലേയേഴ്സ് റിയലി അങ്ങനെ ടാക്ടിക്കലി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് മെയിൻ തിങ് ഇസ് ഐ തിങ്ക് വി നീഡ് എ മാനേജർ ഹു ക്യാൻ മോട്ടിവേറ്റ് ആൻഡ് what to say, push these players to the limits. And I don't know who, to be honest, is available for that. ഗിരീഷ് ബ്രോ, സെയിം ഒരു ജസ്റ്റ് ഇൻ കേസ് പോട്ടർ ഡസൻ വർക്ക് ഔട്ട്, ബ്രൈറ്റൺ നല്ലപോലെ കൺവിൻസ് ചെയ്ത് ഒരു ലോങ് ടേം പ്രൊജക്റ്റ് ആണ്, വിൽ ഗിവ് യു ദ മണി, വിൽ ഗിവ് യു ദ പ്ലേയേഴ്സ് യു വാണ്ട് പറയുകയാണെങ്കിൽ, കൺസിഡറിങ് വി ബ്രിങ് ഇൻ പൊച്ചറ്റിനോ, ഇപ്പൊ നല്ല ഒരു വെരി വൈഡ് റേഞ്ച് ഓഫ് റിയാക്ഷൻസ് ആണ്. ചിലർ പറയുന്നത് പൊച്ചറ്റിനോ വന്നാൽ സ്റ്റേഡിയത്തിലേക്ക് ഏറ്റരുത്, ഞാൻ കളി കാണുന്നേ നിർത്തുന്ന ഒരു മൈൻഡാണ്. സം പീപ്പിൾ ആർ സേയിങ് ഈസ് എ ഗ്രേറ്റ് കോച്ച്, ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് took Spurs to the CL, 2 സെക്കൻഡ് ഫിനിഷ് ചെയ്തു. Are you positive, as in do you want Pochettino to come in? അങ്ങനെ ഒരു your thoughts on the manager? Definitely no. Pochettino നല്ല കോച്ച് ആയിരിക്കാം, പക്ഷെ ടൈറ്റിൽസ് കൊണ്ടുവരില്ല. ആൻഡ് ചെൽസി ഈസ് നോൺ ഫോർ ഹിസ് ടൈറ്റിൽസ്. വി ബ്രീത് ഇൻ ടൈറ്റിൽസ്. സോ അത് വളരെ PSG വെച്ചിട്ട് ഫ്രഞ്ച് ലീഗിലും ഫസ്റ്റ് സീസണിൽ കപ്പടിക്കാത്ത ആളാണ്, ലീഗ് അടിക്കാത്ത ആളാണ് പൊച്ചറ്റിനോ. സോ ദാറ്റ് ഇറ്റ്സെൽഫ് സ്പീക്സ് വോളിയൂംസ് വിത്ത് ദാറ്റ് സൂപ്പർ സ്റ്റാർസ് PSG ടീം. അത് വെച്ചിട്ടും ഫസ്റ്റ് സീസണിൽ ടൈറ്റിൽ അടിച്ചിട്ടില്ല. ആൻഡ് that is the biggest sign that Pochettino is not the person. നമ്മുടെ ചെൽസി പോലത്തെ ഒരു ക്ലബിന് വേണ്ടി Pochettino കോച്ച് ചെയ്യാൻ maybe you have a tight budget, yes, he might be the right man, പക്ഷെ he will not give you titles for sure. And അത് കാരണം Pochettino എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. Maybe someone like a Zidane, someone at least players, you know, ആ ഒരു ഓറ വെച്ചിട്ട് കോച്ച് ചെയ്യുന്ന ഒരാളാണ് ജിഡാൻ എനിക്ക് തോന്നിയത്. അറ്റ്ലീസ്റ്റ് ഒബ്വിയസ്ലി 3 ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലും അടിച്ചിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ഡൺ ഗ്രേറ്റ് ഫോർ മെറ്റഡ് ആസ് വെൽ. പക്ഷെ അഗൈൻ എന്റെ ഒരു അഭിപ്രായത്തിൽ is not going to have the same impact as Tuchel. ഒരു ബിൽഡിംഗ് ഫേസ് ആയിരിക്കും, ഒരു ടീമിന് ഒരു പരിധി വരെ എത്തിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മേ ബി മൈറ്റ് ഗോ ഫോർ someone else, I guess. But I don't see anyone as a long term replacement as of now, at least. Maybe പോട്ടർ ഒരു റീസെന്റ് ആയിട്ട് എന്താണ് നല്ലോണം ഗ്രോ ചെയ്യുന്ന ഒരു കോച്ചാണ്, പക്ഷെ he might do something. പക്ഷെ I can't really say so because he is not coach for a big team. എങ്ങനെ അത് പാനാട്ടം ഒരു പിടിയില്ല. ഹഫീസ് ബ്രോ, ജോൺ ടെറിക്ക് ഒരു ഇന്ററിം റോൾ ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ സാധ്യത ഉണ്ടോ? ഡു യു തിങ്ക്?
എസ്പെഷ്യലി കോച്ചിങ് ബാച്ചൊക്കെ എടുത്ത ആളാണ്, അസിസ്റ്റന്റ് കോച്ചായി കളിച്ച ആളാണ്. പക്ഷെ ആ ഒരു ലാംപാർഡ് കാലം എനിക്ക് ഇനി റിലീവ് ചെയ്യാൻ വയ്യ. ട്വിറ്ററിൽ കയറിയ കുറെ പേര് ടെറി ഒരു ലെജൻഡേ അല്ല, മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനത്തെ ഒന്നും കാണാനുള്ള ഒരു ത്രാണില്ലാത്തതുകൊണ്ട് ഡു യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ഇഫ് വി ഡു ഹാവ് JT in charge for a few matches? ബ്രോ ഐ എം സ്റ്റിൽ പ്രോസസിങ് ടൂക്കൽ ബീങ് സാക്ഡ്. ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മള് റോഡ്ജേഴ്സ് പറഞ്ഞ പോലെ തോമസ് ഫ്രാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് മൈൻഡ് പോണ പോലും ഇല്ല. ഇത് ജസ്റ്റ് സ്റ്റിൽ മറ്റേ ഫിക്സ്ഡ് അവസ്ഥയാണ്, ഓൺ ഒരു ദാറ്റ്. ബ്രേക്കപ്പ് കഴിഞ്ഞ ഉടനെ ടിൻഡർ ഓർന്ന് മറ്റേ സ്വൈപ്പ് അടിക്കുന്ന സീനാണ്. ആ ഒരു മൂടാന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് നമ്മൾ മറ്റേ ഇന്നസെന്റ് പറയണ പോലെ മറ്റേ സാധനം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൂസ് സെറ്റിങ്ങിനെ തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് ചാൻസ്. ബിക്കോസ് ദാറ്റ് ഹാസ് ബിൻ ദി ബാൻഡേജ്, ഒരു ടെമ്പററി ഫിക്സ്. മിക്കപ്പോഴും നമ്മൾ അതാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പോഴത്തെ ക്ലബ് മാനേജ്മെന്റ് എൻറ്റയർലി ഡിഫറൻസ്. ഐ ഡോണ്ട് നോ അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ബട്ട് പണ്ടത്തെ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഗൂസ് സെറ്റിങ്ങിനെ കൊണ്ടുവരുന്നു. ഈ പ്ലേസ് ഫോർ വാട്ട് till the end of the season, and by the end of the season we sign a new manager. അതാണ് യൂഷ്വൽ ട്രെൻഡ്. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല. And I think if reports are correct, നമ്മൾ ആന്റണി ബാരിനെ വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് കളി മുന്നോട്ട് കൊണ്ടുപോയിട്ട് by then we will bring a new manager. And as I said earlier, എൻ്റെ മൈൻഡിലൂടെ ഇപ്പോൾ ഒരു മാനേജറിനും പേര് പോകില്ല. And considering your earlier question, പോച്ചറ്റിനോയുടെ കാര്യം, I think that's a huge downgrade. Come on, I mean, compare Pochettino with Tuchel. That's a huge downgrade, and I'm completely against that decision if that happens. കാരണം our PSG team, there were superstar players and he was completely sidelined because of these players. Player power വന്നപ്പോഴേക്കും മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. മെസ്സി, നെയ്മർ, Mbappe. So it's not even a question of having a player like manager like Pochettino. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. വി ഹാവ് എ പ്ലിത്തർ ഓഫ് ഓപ്ഷൻസ്. ബട്ട് എത്ര നല്ല വൈസ് ഡിസിഷനാണ് നമ്മുടെ മാനേജ്മെന്റ് എടുക്കാൻ പോണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ആൻഡ് ലൈക്ക് ഐ സെഡ് ഏർലിയർ, ഇതിപ്പോഴും എനിക്ക് എൻ്റെ മൈൻഡിൽ നിന്ന് പോണുള്ളത് ഫാക്ട് ദാറ്റ് ടൂക്കൽ, ഞാൻ ഇന്ന് രാവിലെ കൂടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഐ വാസ് ഡിസ്കസിങ് അബൌട്ട് ഹൗ അണ്ടർവെൽമിംഗ് പെർഫോമൻസസ് ദ പ്ലേയേഴ്സ് വർ പുട്ടിങ് ഇൻ, സ്റ്റിൽ ഡിഫെൻഡിങ് ടൂക്കൽ. അപ്പൊ പെട്ടെന്ന് ഒരു 3 മണിയായപ്പം എന്നെ ഗ്രൂപ്പിൽ അശ്വിനാണ് വിളിച്ച് പറയണത് ടൂക്കൽ സാക്കായെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോ like wonderstruck. എന്താ സംഭവം അറിയണ്ടായില്ല. സോ സ്റ്റിൽ നോട്ട് ഏബിൾ ടു പ്രോസസ് ദാറ്റ്. എല്ലാവരും ഐ തിങ്ക് എവറി വൺ മേഡ് ഫെയർ പോയിന്റ്സ്. പിന്നെ കുറെ പേര് ഇതപ്പോ എർണസ്റ്റോ വാൽവേർഡെ പറയുന്നുണ്ട്, ഐ തിങ്ക് ഹി സെറ്റിൽഡ് അറ്റ് ബിൽബാനോ, നല്ലൊരു ടീം ഉണ്ടാക്കുന്നുണ്ട്, കൺവിൻസിങ് ദോസ് പീപ്പിൾ, ലീഗ് മാറി ഇംഗ്ലണ്ടിലോട്ട് വരൂ, ബട്ട് ഇൻ എ വോളറ്റൈൽ സിറ്റുവേഷൻ ലൈക്ക് ചെൽസി ഐ ഡോണ്ട് തിങ്ക് വിൽ ഹാപ്പൻ. വേറെ പല പേരും കാണുന്നുണ്ട്, പക്ഷെ തൽക്കാലം അതൊന്നും ആലോചിക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ എല്ലാവരും. ഒരു സെക്കൻഡ്, റോഹൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് നമ്പർ താ, ഞാൻ വിളിക്കാം. എന്നിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് തരാം. ഓക്കെ, ചെൽസിക്കാരൻ @Instagram, റീച്ച് ഔട്ട് ടു മീ, ടോക്ക് ടു മീ പേഴ്സണലി. നമ്പർ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നമ്പർ തരാം. അത്രയ്ക്ക് ഗട്സ് ഒന്നും നോക്കട്ടെ. ഊണ് കഴിക്കാനും സമ്മതിക്കില്ല. ഓക്കെ, ലെറ്റ്സ് റാപ്പ് അപ്പ്. ഇപ്പൊ എന്നാലും എന്താ പറയണേ, ഹോട്ട് ഡിസ്കഷൻസ് ഗോയിങ് ഓൺ. എല്ലാവർക്കും അവരുടെ ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഹെബ, കണ്ടിന്യൂ, റാപ്പ് അപ്പ് ചെയ്തോ. ഡൺ കഴിഞ്ഞു. ഇപ്പൊ തൽക്കാലം വേറെ എന്താ പറയാ മാനേജറിയൽ പേരുകളൊന്നും ആലോചിക്കാൻ ഒരു ഇട കിട്ടുന്നില്ല. ബട്ട് വിൽ കീപ് ലുക്കിംഗ് ഫോർ ന്യൂസ്. എന്തെങ്കിലും ലേറ്റസ്റ്റ് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് വിൽ ഹാവ് ഇറ്റ് ഓൺ ദ ചാനൽ. Now, while we are talking about this, I just wanted to add, why couldn't we have waited till November? A World Cup വരുന്ന സമയത്ത് we could have like thought about the sacking and then gone for a new manager. And World Cup കഴിയുമ്പോഴേക്കും കുറെ മാനേജേഴ്സിന്റെ കോൺട്രാക്ട് ഒക്കെ തീരുന്നുണ്ടാവും അവിടെ തന്നെ വേൾഡ് കപ്പില്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൂയിസ് എൻട്രിക്ക്. സിമ്പിൾ ഉത്തരം, നഷ്ടപ്പെട്ടതിന് ശേഷം അതാണ് പോയത് ഇതാണ് പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നമുക്ക് നമ്മുടെ വിഷമം പറയണല്ലോ, പറഞ്ഞാലല്ലേ അത് മാറുള്ളൂ. ടോം ബ്രോ, എല്ലാരും ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാരും പെട്ടെന്ന് എങ്ങോട്ടോ ചാടിപ്പോയി. നമ്മൾ ഐ തിങ്ക് 45 minutes we've discussed, we've vented out our frustrations. നമ്മൾക്കിനി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഇനി ഒരുപാട് അറിയാൻ ബാക്കി നിൽക്കുകയാണ്. ബാക്കി വെച്ചോണ്ട് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വന്നത്. സോ ആസ് ശ്യാം ബ്രോ ജസ്റ്റ് സജസ്റ്റഡ്, നമുക്ക് ഇനി സത്യങ്ങൾ അറിയുന്നതിന് മുന്നേ സ്പെക്യുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. ലെറ്റ്സ് ഹോപ്പ്. Obviously, we are angry at Chelsea, but the love will always be there. Hoping for better days, and I think we can wrap it up. എല്ലാവർക്കും എന്തെങ്കിലും ഫൈനൽ തോട്ട്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഹഫി?
വേറെ ഇപ്പൊ യുണൈറ്റഡ് പോലത്തെ ഏതൊരു ക്ലബിന്റെ കയ്യിലാണ് തോമസ് ടൂക്കലിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് we are doomed. I think, as considering the fact that he is a very good coach, we will have to see that in the coming few years. എത്രമാത്രം നമ്മളെ പിന്നീട് വന്ന് ഹോണ്ട് ചെയ്യുന്നുള്ളത്, that's the only thing that I can say right now. Well done, Girish. I'll just take one step back and appreciate what this coach has done for us. നമുക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് നേടിത്തന്ന ഒരാളാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചാമ്പ്യൻസ് ലീഗ് നേടിത്തന്ന ആളാണ്. ലൈക്ക് at the start of Tuchel era, ഞാൻ വിചാരിച്ചു like you should have given Lampard more time, you should have given him some more time to do. Yes, he was doing bad, പക്ഷെ നമ്മുടെ ക്ലബ് ലെജൻഡ് ആണ്, and also കുറച്ച് യൂത്ത് പ്രൊമോട്ട്, and he was also getting his first full transfer window ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. So just to add on to that, I really think that ippam nokum, I really think that was an overachievement. Our overachievement in the baseline we were judged for the last 1.5 years. 1.5 years old aitla. I think that on that basis he was judged. So adayirikam the standard set by the entire Chelsea fan base and the entire board as well. So ippam cheriyoru underperforming ayadonde helpam adum oru part of the reason ava. But I really right now ippam when you think about it, I really think that it was an overachievement. എനിക്ക് പേഴ്സണലി ഒരു ഓവർ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി, ബിക്കോസ് നമ്മൾ ഫോളോയിങ് സീസണും നമ്മൾ ലീഗ് വെച്ച് നോക്കിയാൽ വി ഡിഡ് റിയലി വെൽ അൺടിൽ ഡിസംബർ, അൺടിൽ ദ ചിൽവൽ ഇഞ്ചറി. നമ്മൾ യുവന്റസ് 4-0 തോപ്പിച്ചിട്ടാണ് ചിൽവൻ സംഭവിച്ചത്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വി ആർ ടോപ്പ് ഓഫ് ദ ലീഗ് ടേബിൾ ആസ് വെൽ. അപ്പോൾ അതൊരു വി വർ ഓൺ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് സംതിങ് ജസ്റ്റ് ഹാപ്പൻ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് നെവർ റീഗെയിൻ. ഒബ്വിയസ്ലി ആ ഒരു സ്ക്വാഡ് വെച്ച് നോക്കിയാൽ അവിടെ ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എന്താണ് തുഷലിന് എന്തോ പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. സോ it's really sad. I really thought there was no other better manager available right now, if you think about it. എൻ്റെ ഒരു അഭിപ്രായമാണ്, like I don't see any other new manager coming in and doing better than what Tuchel has done. If he does, I'm very very happy about it. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു ലോജിക്കൽ സെൻസ് നോക്കിയാൽ എനിക്ക് അങ്ങനെ കാണുന്നില്ല. And I just want to appreciate what Tuchel has done for us, what especially the Champions League victory, the great moments he's provided us. So I'll really miss it. Anybody else to say last words? Hafiz പറഞ്ഞായിരുന്നോ? All right. I think I'll just say one thing. Last season, last season he was we were like അല്ല ശ്യാമിന്റെ മൈക്ക് ഓൺ ആവുമ്പോഴാണ് പ്രശ്നം. So even after winning the Club World Cup, we were still very good at cup competitions. If you look at the Champions League, the way we came back against Real Madrid, our spirit. Yes. Maybe if we had hold on, last 15 minutes hold on ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നോക്കൗട്ട് അടുത്ത സെമിയിൽ കയറിയാണ്, and who knows what would have happened. And if you look at FA Cup final and especially EFL Cup final, the spirit with which we played, രണ്ടും നമ്മൾ പെനാൽറ്റീസിലാണ് തോറ്റത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ആ ചെൽസിയുടെ കപ്പ് വിന്നിംഗ് മെന്റാലിറ്റി ടൂക്കലിന് നല്ലോണം ഉണ്ടായിരുന്നു. ആൻഡ് പറഞ്ഞത് ശരിയാണ്, ലീഗിൽ നല്ലോണം മോശം ഫോമാണ്. ഹി വാസ് നോട്ട് ഏബിൾ ടു പിക്ക് ദ റൈറ്റ് ടീംസ് ഫോർ റൈറ്റ് ഗെയിംസ്, സം ഗെയിംസ്, ആൻഡ് ഹി സ്ട്രഗിൾഡ് അലോട്ട്. പക്ഷേ കുറച്ച് ടൈം കൊടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക്. ഐ വാസ് എ സ്ട്രോങ് ബിലീവർ ഓഫ് ടൂക്കൽ ബിക്കോസ് ഓഫ് ദ പെഡിഗ്രി ഹീസ് ബ്രോട്ട്. ആൻഡ് I just hope അടുത്ത കോച്ച് വരുമ്പോഴെങ്കിലും ദാറ്റ് കോച്ച് ഷുഡ് ഗെറ്റ് സം ടൈം. കാരണം ഒരു 3 months ഒരു 6 months കൊണ്ട് ഒരു പുതിയ കോച്ചിനൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. True. Anyway, guys, thank you. നമ്മളിപ്പോ ഒരു 40-50 മിനിറ്റ് ആയി. വർക്കിന്റെ ഇടയിലൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചോറ് പോലും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് അവസ്ഥ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല. വിൽ ക്യാച്ച് അപ്പ്. ഓക്കെ, ഇനി അടുത്ത ഡിസ്കഷന് വേണ്ടി കാണാം. എന്താവും എന്തോ. ലെറ്റ്സ് സേ വെരി ഗുഡ്. താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.